Hello students, here we are learning social cognitive theory, fourth model of health behavior change. So we can see what is social cognitive theory. Short form is SCT. It was developed by Albert Bandura in 1960s. This theory emphasizes how personal factors, behavior, and environmental factors influences the interactions in between these three factors. This theory focuses on understanding, learning, and behavior through the reciprocal relationship between individual and their surroundings in various contexts. That means ഈ തിയറി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സിനെയും ബിഹേവിയറിനെയും എൻവറോൺമെന്റിനെയും പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അവരുടെ ബിഹേവിയർ അതുപോലെ അവരുടെ ചുറ്റുപാട് ഈ മൂന്ന് ഫാക്ടേഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു ഔട്ട്കം, ബിഹേവിയർ ഔട്ട്കം അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The core idea of SCT centers on the interaction between personal experiences, behaviors, and the environment, illustrating how these elements continuously influence one another, shaping learning process and outcome. സോ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കാണ് ഈ ഫാക്ടേഴ്സ് ഒക്കെ കണക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ ആൻഡ് എൻവറോൺമെന്റ്, ഈ ത്രീ ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. എന്നിട്ട് തന്നെ ഈ ഒരാളുടെ ലേണിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ലേണിംഗ് ഔട്ട്കമ്മിനെ ഈ ഒരു മൂന്ന് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത്. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം, ഈ തിയറിയിൽ പറയുന്ന റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫാക്ടേഴ്സ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ ആണ്, ഇന്ററാക്ഷൻ ഇൻ ലേണിംഗ്. സോ റെസിപ്രോക്കൽ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർപ്ലേ ഇൻ ബിറ്റ്വീൻ ദിസ് പേഴ്സണൽ ഫാക്ടർ, ബിഹേവിയർ, എൻവറോൺമെന്റ് ഇൻഫ്ലുവൻസസ് ഇൻ ഷേപ്പിംഗ് ലേണിംഗ് ഔട്ട്കംസ്. അതായത് അവരുടെ പേഴ്സണൽ ഫാക്ടർ, ബിഹേവിയർ അല്ലെങ്കിൽ എൻവറോൺമെന്റ് തമ്മിലുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർപ്ലേ നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ലേണിംഗ് ഔട്ട്കമ്മിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ റെസിപ്രോക്കൽ ഡിറ്റർമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next we can see what are the key concepts of social cognitive theory. ഫസ്റ്റ് കൺസെപ്റ്റ് മീൻസ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരാളെ വാച്ച് ചെയ്തുകൊണ്ട്, നമ്മൾ ഒരാളെ നിരീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി, ഒരു ചെറിയൊരു കുട്ടി അവരുടെ പാരൻസിനെ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ഒബ്സർവേഷൻ ലേണിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഇൻഡിവിജ്വൽസിനെ വാച്ച് ചെയ്തുകൊണ്ട് അവരെ റോൾ മോഡൽ ആക്കിയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ബിഹേവിയർ ഫോം ചെയ്യുക അല്ലെങ്കിൽ സ്കിൽസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Reinforcement means the use of rewards or punishment to shape behavior, influencing future actions based on previous experience and outcomes. ഒരാൾ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ റിവാർഡ്സ് ആണ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അതൊരു പണിഷ്മെന്റ് ആവും. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ് എന്ന് പറയും. അത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പണിഷ്മെന്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു ചീത്ത പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ലോസസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഎൻഫോഴ്സ്മെന്റ്, ഇങ്ങനത്തെ റീഎൻഫോഴ്സ്മെന്റ് കാരണം നമുക്കൊരു ഈ ഒരു നമ്മൾ ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാബിറ്റ്, ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു, ഇപ്പോൾ ഒരാൾ മോഷ്ടിച്ചപ്പോൾ അയാൾക്ക് അടി കിട്ടി, അപ്പോൾ അയാൾ മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യാൻ പാടില്ല, ഇനി ഞാൻ മോഷ്ടിക്കില്ല. അങ്ങനെ അയാളുടെ മോഷണം എന്നുള്ള സ്വഭാവം എടുത്തു പോവാണ്. അതെല്ലാം ഒരാൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് ഒരു അപ്രീസിയേഷൻ കിട്ടി, ഒരു ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് ടോപ്പ് മാർക്ക് വാങ്ങിക്കാൻ അയാൾ അതിന് ഒരു പ്രേരണ ആവുക. അപ്പൊ അതാണ് റീഎൻഫോഴ്സ്മെന്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ പേഴ്സണൽ ഫാക്ടേഴ്സ്, ബിഹേവിയർ ആൻഡ് എൻവറോൺമെന്റിൽ തമ്മിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷനെയാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Concept and self-regulation. Self-regulation refers to the ability of individuals to control their thoughts, actions, and emotions in pursuit of long-term goals. അത് നമ്മുടെ ഒരു ഹാബിറ്റ്, ബിഹേവിയർ, ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നതിനെയാണ് സെൽഫ് റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരാളൊരു പേഴ്സണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അതിന് അനുസരിച്ച് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഹാബിറ്റ് ഒക്കെ ഫോം ചെയ്യുന്നതിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. So effective self-regulation is crucial for success in various areas of life, including
education, and personal development. By developing self-regulation skills, individuals can enhance their ability to respond to challenges and maintain focus, ultimately leading to improved outcomes. ഇപ്പോൾ നമുക്കൊരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു സെൽഫ് റെഗുലേഷൻ സ്കില്ല് നമ്മൾ ശീലാക്കേണ്ടതുണ്ട്, അത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ബിഹേവിയറും ഹാബിറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്കം നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് സെൽഫ് റെഗുലേഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യാൻ പറ്റും. We can see self-efficacy and capability. Self-efficacy means ഒരാളുടെ സെൽഫ് കോൺഫിഡൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ബിൽഡിംഗ് എ സെൽഫ് കോൺഫിഡൻസ് ആണ് സെൽഫ് എഫിക്കസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it refers to an individual's belief in their ability to succeed in specific situation. It significantly influence their motivation and persistence toward achieving goals. സോ ഒരാൾക്ക് നല്ല ഹൈ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, അയാളുടെ എബിലിറ്റിയിൽ അയാൾക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ഗോളിലേക്ക് എത്താൻ തന്നെ ഒരു വ്യക്തിക്ക് പറ്റും എന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് എഫിക്കസി ബിൽഡ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ സക്സസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമുക്ക് തന്നെ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള സക്സസ് എക്സ്പീരിയൻസ് റിമൈൻഡ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ ഒബ്സർവിങ് അതർ സക്സസ്, അതുപോലെ റിസീവിങ് വെർബൽ എൻകറേജ്മെന്റ്. നമ്മളിപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു എൻകറേജ്മെന്റ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇഫക്റ്റീവ്ലി മാനേജ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഡ്യൂറിങ് ചലഞ്ചസ് വരാം സ്വാഭാവികമായിട്ടും. അപ്പൊ അതിനെ നമ്മൾ ഇഫക്റ്റീവായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. So by fostering self-efficacy, individuals can improve their performance, tackle new challenges, and maintain motivation to lead to greater success in personal and professional endeavors. This theory told that individuals' knowledge and skills influence their behaviors, while belief about outcomes shape their choices and determination എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ നോളജും സ്കില്ലും അയാളുടെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അയാളുടെ ഒരു ഔട്ട്കമ്മിനെ കുറിച്ചുള്ള അയാളുടെ ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസമാണ് അവരുടെ ചോയ്സിനെയും ഡിറ്റർമിനേഷനെയും ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമിൽ അവർക്ക് പാസ്സാവും, കറക്റ്റ് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് അയാൾ നന്നായിട്ട് പഠിക്കും, പ്രിപ്പയർ ചെയ്യും. പക്ഷെ അല്ല, ഞാനിത് എനിക്ക് പോകും, എനിക്ക് കിട്ടില്ല, ഫെയിൽ ആവും എന്നുള്ളത് കാണുമ്പോൾ അവർക്ക് പഠിക്കാനും പിന്നോട്ടായിരിക്കും. We can see what are the application of SEO. SEO അപ്ലിക്കേഷൻ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ഫസ്റ്റ് വേണമെങ്കിൽ പറയാം ഹെൽത്ത് പ്രൊമോഷൻ, അതായത് ഒരു ഹെൽത്ത് ക്യാമ്പയിൻ ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ആൽക്കഹോളിസത്തിനെതിരെ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനെതിരെയൊക്കെയുള്ള ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ റോൾ മോഡൽസിനെ കാണിച്ചിട്ട് എഫക്റ്റീവായിട്ട് മെസ്സേജ് കൺവേ ചെയ്യുന്ന ചിലപ്പോൾ കാണാം. ചില സ്റ്റോറീസ് പറഞ്ഞിട്ട്, ലൈവ് എക്സ്പീരിയൻസസ് പറഞ്ഞിട്ടൊക്കെ അവർ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് കാണാം. അതൊരു ആസ് എ മേക്കിംഗ് എ റോൾ മോഡൽ അല്ലെ, യൂസ് ഓഫ് റോൾ മോഡലാണ് അവിടെ ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ ഓഫ് എ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയാണ്. അതുപോലെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ആക്ട് ആസ് എ റോൾ മോഡൽസ് ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികൾ ചില ടീച്ചേഴ്സിനെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ചില സബ്ജക്റ്റിന്. അപ്പോൾ ആ സബ്ജക്റ്റ് അവർ നന്നായിട്ട് പഠിക്കും. അത് ആ ടീച്ചറെ റോൾ മോഡൽ ആക്കിയിട്ട് അവരത് ഫോളോ ചെയ്യുന്നതാണ്. അതൊരു സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഇപ്പോൾ ഒക്കെ പലയിടത്തും കാണുന്നത് പോലെ പ്രോഗ്രാംസ് ഡിസൈൻ ടു ഷിഫ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആക്ഷൻസ്, അതായത് നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒക്കെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് ആർ ദി സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുമ്പോൾ ഇറ്റ് എഫക്റ്റീവ്ലി എക്സ്പ്ലെയിൻസ് ഡൈനാമിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ബിഹേവിയർ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അക്രോസ് ഡൈവേഴ്സ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസും ബിഹേവിയറും അതുപോലെ എൻവയോൺമെന്റൽ തമ്മിലുള്ള ഫാക്ടേഴ്സിന്റെ ഡൈനാമിക് ഇന്ററാക്ഷനെ കുറിച്ച് ഇത് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു തിയറി. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയറിലാണ്. ബയോളജിക്കൽ ഫാക്ടേഴ്സിലേക്ക് വല്ലാതെ അങ്ങോട്ട് അതിനെക്കുറിച്ച് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് സെയിം മോട്ടിവേഷൻ സെയിം സപ്പോർട്ടീവ് എൻവിറോൺമെന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് കൺട്രോളിനൊക്കെ സെയിം മോട്ടിവേഷനും അപ്പോൾ എൻവിറോൺമെന്റിലും ബിഹേവിയറൊക്കെ ഏകദേശം ഓക്കെ. പക്ഷെ അതിലൊരാൾ ഹോർമോണൽ ഇംബാലൻസിനോ അല്ലെങ്കിൽ ജനറ്റിക് ടെൻഡൻസിയോ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജനറ്റിക്കലി ചിലപ്പം അവർക്ക് വെയിറ്റ് കൂടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം.
പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കാരണം അവർക്ക് വെയിറ്റ് കൂടുന്നുണ്ടാവും. അപ്പം നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ മോട്ടിവേഷനും സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് കൊടുത്താലും രണ്ടുപേരുടെയും ഔട്ട്കംസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ പിന്നെ പറയാനുള്ളത് ഒരു ഹെൽത്തി ഫുഡ്സ് അവർക്ക് അവൈലബിൾ ആണെങ്കിൽ കൂടി ചില കുട്ടികൾ ഹെൽത്തി ഫുഡ് അവൈലബിൾ ആണ്, അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സ്റ്റുഡൻറ് ചിലപ്പോൾ വിശപ്പില്ലാത്തത് കാരണം അല്ലെങ്കിൽ വല്ല അസുഖം കാരണമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാം. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കാം. ചിലർക്ക് വിശപ്പ് കുറയ്ക്കും. അപ്പോൾ എൻവയോൺമെന്റ് ഓക്കെ ആണെങ്കിലും അവിടെ ഒരു ഫിസിയോളജിക്കൽ പ്രോബ്ലം കാരണം അവരുടെ ഒരു ഈറ്റിംഗ് ബിഹേവിയർ പിറകോട്ട് വരാം. ഇതൊക്കെ ഇപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ജസ്റ്റ് ഇറ്റ് ഫോക്കസസ് ഓൺ environmental factors and behavior of the persons and the personal experience.